പിള്ളേരുടെ ഫോൺ യൂസിന്റെ കാര്യത്തെ കുറിച്ചിട്ടാണ് എനിക്കിപ്പം പറയാനുള്ളത്. അതായത് കുട്ടികൾ കുറെ ലോങ് ടൈം ഫോൺ യൂസ് നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഞാനൊക്കെ നോട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഒരു വെക്കേഷൻ കിട്ടുമ്പോൾ, ഇപ്പൊ വെക്കേഷൻ ടൈം ആണല്ലോ, വെക്കേഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ പുറത്ത് ക്രിക്കറ്റ് കളിക്കാനും ഇതൊക്കെ കളിക്കാൻ പോയാലും അല്ലെങ്കിൽ കസിൻസ് ഒക്കെ ആയിട്ട് കൂടി കഴിഞ്ഞാൽ കളിക്കാൻ പോണതിന് പകരം ഇപ്പൊ കസിൻസ് എല്ലാവരും കൂടിയിരുന്ന് മൊബൈലിൽ കൂടെയാണ് കളി. എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ 7 പേരുണ്ട്, പക്ഷെ അവരെ കളി ഇന്റർ കണക്ട് ചെയ്തിട്ട് മൊബൈലിൽ കൂടെ തന്നെയാണ്. ഞാൻ എന്റെ മോനെ തന്നെ നോക്കുന്നുണ്ട്, ഇതെന്താ ചെയ്യണേ, കുറെ നേരം കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കണമുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഇത് ഇവന്റെ ഫ്യൂച്ചറെ നന്നായി എഫക്ട് ചെയ്യും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം സമാധാനമായിട്ട് അവിടെ ആ മൂലയ്ക്ക് ഇരിക്കുന്നത്, അപ്പം എന്റെ വർക്ക് നടക്കാനായിട്ട് ഇത്രയും കൂടി ഈസി അവന് മൊബൈൽ കൊടുക്കുന്നത് തന്നെയാണ്. ഇതിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കണം, എത്ര നേരം അതങ്ങനെ ഒരു മൊബൈലിന്റെ പാറ്റേൺ ആ പിള്ളേർക്ക് കൊടുക്കണം എന്നുള്ളതും. അത് കഴിഞ്ഞ് അവർ മൊബൈലിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ ശരിയാണ്, നമുക്ക് ഇറിറ്റേഷൻ വരും, അവർ നമ്മുടെ പിന്നാലെ കിടന്ന് നടക്കും, ചിലപ്പോൾ നമ്മുടെ ജോലി നടത്താൻ പറ്റില്ല. ഈസ് ദർ എനിത്തിങ് എൽസ് ദാറ്റ് വി ക്യാൻ ലുക്ക് ഇൻ ടു മേക്ക് ദം എൻഗേജ്? അങ്ങനെ എന്റെ മോന്റെ കാര്യം തന്നെ നോക്കിയപ്പോഴാണ് ചില കാര്യങ്ങൾ ഹീസ് ഇൻട്രസ്റ്റഡ്, മൊബൈൽ അല്ലാതെ ചില കാര്യങ്ങൾ അവൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിലോട്ട് എൻഗേജ് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് മനസ്സ് കാണിച്ചപ്പോഴാണ് ദാറ്റ് ഐ കുഡ് ഗെറ്റ് ഔട്ട്, അല്ലെങ്കിൽ അവൻ അതിൽ നിന്ന് മൊബൈലിന്റെ ആസ്പെക്ടിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റിയത്.